ഹലോ മക്കളെ, വെൽക്കം ടു എജുപോർട്ട് ലേണിംഗ്. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് SLC IT തിയറിയിലെ ചാപ്റ്റർ 2 ലെറ്റ്സ് പ്രിപ്പയർ എ ന്യൂസ് പേപ്പറിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോയാലോ. സോ ബിഫോർ ദാറ്റ് നമുക്ക് എക്സാമിൻ്റെ മാർക്സ് എങ്ങനെയാണ് വരുന്നത് നോക്കാം. തിയറി എക്സാമിന് ടോട്ടൽ 10 മാർക്സ് ആയിരിക്കും ഉണ്ടാവുക. അതിൽ തന്നെ പാർട്ട് എ, പാർട്ട് ബി ഉണ്ട്. പാർട്ട് എയിൽ ടോട്ടൽ 10 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, പാർട്ട് ബിയിൽ ടോട്ടൽ 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സോ പിന്നെ നോക്കുകയാണെങ്കിൽ പാർട്ട് എയിൽ 4 ഓപ്ഷൻസ് ആയിരിക്കും ഉണ്ടാവുക, അതിൽ 1 കറക്റ്റ് ആൻസർ. പാർട്ട് ബിയിൽ 5 ഓപ്ഷൻസ് ആയിരിക്കും, അതിൽ 2 കറക്റ്റ് ആൻസേഴ്സ് ഉണ്ടാവും. ഇനി നമുക്ക് ഡയറക്റ്റ് ചോദ്യത്തിലേക്ക് പോയാലോ അല്ലേ. ഓക്കെ, അപ്പോൾ എല്ലാവരും സെറ്റ് അല്ലേ മക്കളെ അല്ലേ? ഓക്കെ, നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. Okay, which of the following is the method of preparing and printing pages on a computer using various design software? അതായത് which of the following, ഇതിൽ ഏത് മെത്തേഡാണ്, ഏതാണ് മെത്തേഡ്? Preparing and printing pages on a computer using various design software. ഏതാ മക്കളെ preparing and printing pages? ഏതാണ് മക്കളെ? ഇവിടെ ഓവർ ദ ടോപ്പ് പബ്ലിഷിംഗ് ഉണ്ട്, വെബ് പബ്ലിഷിംഗ് ഉണ്ട്, സോഷ്യൽ മീഡിയ പബ്ലിഷിംഗ് ഉണ്ട്, പിന്നെ ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് ഉണ്ട്. ഏതാണ് മക്കളെ? അതെ, ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് ആണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഫ്രീ ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് സോഫ്റ്റ്വെയർ? ഇതിൽ ഏതാണ് ഫ്രീ ആയിട്ടുള്ള DTP നോക്കാം. അഡോബ് ഇൻഡിസൈൻ, സ്ക്രീബസ്, ക്വാർക്ക് എക്സ്പ്രസ്, മൈക്രോസോഫ്റ്റ് പബ്ലിഷർ. ഇതിൽ ഏതാണ് മക്കൾ? നമ്മൾ ഏതാണ് ഇതിനെ പഠിച്ചത്? അതെ, സ്ക്രീബസ് ആണ്. ഓക്കെ, അഡോബ് ഒക്കെ എന്താണ്? പെയ്ഡ് ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് ചോദ്യം. ബിലോ ആർ സം സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് സ്ക്രീബസ് സോഫ്റ്റ്വെയർ. ഐഡന്റിഫൈ ദ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഈസ് ഇൻകറക്റ്റ് ആയതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് വായിച്ച് നോക്കാം. സ്ക്രീബസ് ഈസ് എ പോപ്പുലർ ഓപ്പൺ സോഴ്സ് ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് സോഫ്റ്റ്വെയർ. അതെന്താണ് മക്കളെ? അതെ, അത് ശരിയാണ്. ഓക്കെ, അത് ശരിയാണ്. ഓക്കെ, പിന്നെ മെനി വെൽ നോൺ മലയാളം ന്യൂസ് പേപ്പേഴ്സ് ടുഡേ യൂസ് സ്ക്രീബസ് ടു ഡിസൈൻ ദെയർ പേജസ്. അതും ശരിയാണ് മക്കളെ. ഈ സ്ക്രീബസ് യൂസ് ചെയ്തിട്ടാണ് വെൽ നോൺ ആയിട്ടുള്ള മലയാളം ന്യൂസ് പേപ്പേഴ്സ് ഒക്കെ പേജസ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ അതും എന്താണ്? ശരിയാണ്. പിന്നെ തേർഡ് സ്റ്റേറ്റ്മെന്റ്, സ്ക്രീബസ് സോഫ്റ്റ്വെയർ ഈസ് യൂസ്ഡ് ഫോർ ഡിസൈനിങ് മാഗസിൻസ് ആൻഡ് ബുക്സ്. അതും ശരിയാണ്. നമ്മുടെ പേജസ് ഡിസൈൻ ചെയ്യാം, മാഗസിൻ ഡിസൈൻ ചെയ്യാം, ബുക്സ് ഡിസൈൻ ചെയ്യാം, അങ്ങനെ ഒരുപാട് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതും ശരിയാണ്. അപ്പോൾ നമുക്ക് ഏതായിരിക്കും ഇവിടുത്തെ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വരുന്നത്? ഇൻ സ്ക്രീബസ് സോഫ്റ്റ്വെയർ ഇറ്റ് ഈസ് നോട്ട് മാൻഡറ്ററി ടു പ്രീഡിറ്റർമൈൻ ദ പേജ് സെറ്റിംഗ് ഓഫ് ദ ഡോക്യുമെന്റ് വി ഇന്റൻഡ് ടു പ്രിന്റ്. അതായത് എന്താണ്? നമ്മുടെ സ്ക്രീബസ് സോഫ്റ്റ്വെയറിൽ ഇറ്റ് ഈസ് നോട്ട് മാൻഡറ്ററി എന്ന് പറഞ്ഞത്. സ്ക്രീബസ് സോഫ്റ്റ്വെയറിൽ എന്താണ് മക്കളെ? മാൻഡറ്ററി ആണ്. എന്ത്? നമ്മൾ പേജ് പ്രീഡിറ്റർമൈൻ ചെയ്ത് വെക്കുന്നത് മാൻഡറ്ററി ആണ്. പക്ഷെ ഇവിടെ നോട്ട് എന്നാണ് പറഞ്ഞത്. സോ ഡെഫിനറ്റ്ലി ഇവിടെ ഏതായിരിക്കും മക്കളെ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? ഓപ്ഷൻ ഡി ആയിരിക്കും ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ആയിരിക്കും. സോ സെറ്റ് അല്ലേ മക്കളെ? നെക്സ്റ്റ് ചോദ്യം. When you open Screebus software and the new document window appears, which of the following setting is not available? നമ്മൾ Screebus ഓപ്പൺ ചെയ്തു, എന്നിട്ട് എന്ത് ഓപ്പൺ ചെയ്തു? ന്യൂ ഡോക്യുമെന്റ് വിൻഡോ ഓപ്പൺ ചെയ്തു. അപ്പം ഏതാണ് ഇതിൽ ഇല്ലാത്തതെന്നാണ് ചോദിച്ചത്. വിച്ച് ഓഫ് ദ സെറ്റിംഗ് ഈസ് നോട്ട് അവൈലബിൾ ഹിയർ? പേജ് സൈസ് ഓപ്പൺ ആക്കിയാൽ അതെ പേജ് സൈസ് ഉണ്ടാവും. അപ്പം ഇതുണ്ട്. ഓറിയന്റേഷൻ അതെങ്ങനെയാണ് വേണ്ടതെന്നുള്ളത് ചോദിക്കും. അപ്പം ഇതുണ്ട്. പിന്നെ പേജ് മാർജിൻ, ഓക്കെ, അത് ഓപ്പൺ ആക്കുമ്പോൾ മാർജിൻ എത്രയാണ് വേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ ഇതുണ്ട്. അപ്പോൾ ഏതാണ് മക്കൾ ഇല്ലാത്തത്? പേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ സെലക്ട് ചെയ്യാൻ അതിലുണ്ടാവില്ല. സോ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഇനി നമുക്ക് നെക്സ്റ്റ് ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മെത്തേഡ് ടു കളർ എ ഷേപ്പ് ഇൻ സ്ക്രീബസ് സോഫ്റ്റ്വെയർ? സ്ക്രീബസ് സോഫ്റ്റ്വെയറിൽ എന്താണ് ഒരു ഷേപ്പിന് കളർ കൊടുക്കുന്നതിൽ അതിൻ്റെ മെത്തേഡ് അല്ലാത്ത മെത്തേഡ് ഇതിലേതാണ്? സോ സോളിഡ് ആണോ, ഗ്രേഡിയൻ്റ് ആണോ, ഹാറ്റ്സ് ആണോ, ഡ്രോപ്പ് ഷാഡോ ആണോ? സോളിഡ് ഗ്രേഡിയൻ്റ് ഒക്കെ എന്താണ് മക്കളെ? ആ ഒബ്ജക്റ്റിന് കളർ കൊടുക്കുന്നതാണ്. ഹാച്ചും അതാണ്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഡ്രോപ്പ് ഷാഡോ ആണ്. ഡ്രോപ്പ് ഷാഡോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒബ്ജക്റ്റിന് കളർ കൊടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ അല്ലേ? അത് ഷാഡോ വരുമല്ലേ ചെയ്യാം. യെസ്. സോ നെക്സ്റ്റ് ചോദ്യം. വിച്ച് ടെക്നിക് ഇൻ ദ സ്ക്രീബസ് സോഫ്റ്റ്വെയർ അലോസ് യു ടു മോഡിഫൈ ഓർ ട്രാൻസ്ഫോം ദ ഷേപ്പ് ഓഫ് എ ഡ്രോൺ ഫിഗർ ഇൻ വേരിയസ് വേസ്? അതായത് ഇതിൽ ഏത് ടെക്നിക്കാണ് നമ്മൾ യൂസ് ചെയ്യുക? എന്തിനാണ്? ഇൻ സ്ക്രീബസ് സോഫ്റ്റ്വെയർ അലോസ് യു ടു മോഡിഫൈ ഓർ ട്രാൻസ്ഫോം ദ ഷേപ്പ്. നമ്മൾ ഓൾറെഡി ഡ്രോൺ ചെയ്തൊരു ഷേപ്പിനെ മോഡിഫൈ ചെയ്യുക അല്ലെങ്കിൽ ട്രാൻസ്ഫോം ചെയ്യുക. എന്തിലേക്ക്? വേറെ ഡിഫറെൻറ്റ് വേസിലേക്ക് നമ്മൾ ഓൾറെഡി ചെയ്ത ഷേപ്സിനെ മോഡിഫൈ അല്ലെങ്കിൽ ട്രാൻസ്ഫോം ചെയ്യുന്ന ടെക്നിക്സ് ഏതാണ്? നോഡ് എഡിറ്റിംഗ് ആണോ, ഷേപ്പ് എഡിറ്റിംഗ് ആണോ, പ്രോപ്പർട്ടീസ് എഡിറ്റിംഗ് ആണോ, ഫിൽ മോഡ് എഡിറ്റിംഗ് ആണോ മക്കളെ? ഏതാണ് ശരി? ഇവിടെ നോഡ് എഡിറ്റിംഗ് ആണ് ശരി. നമ്മുടെ നോട്ട്സ് വെച്ചിട്ടായിരിക്കും അത് ഉണ്ടാവുക, ട്രാൻസ്ഫോം അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യുന്നുണ്ടാവുക. സോ ആൻസർ ഈസ് നോഡ് എഡിറ്റിംഗ്. സോ നെക്സ്റ്റ് ചോദ്യം. The image below shows some of the tools available in the Screebus
സോഫ്റ്റ്വെയർ. വാട്ട് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ദ ടൂൾ ഹൈലൈറ്റിംഗ് ഇൻ റെഡ്? ഇവിടെ ഇപ്പം ഹൈലൈറ്റ് ചെയ്ത ഇതാണ് എന്ത് ഹൈലൈറ്റിംഗ് ചെയ്ത ടൂൾ. അപ്പം ഇതിൻ്റെ ഫംഗ്ഷൻ എന്താ നമ്മൾ പറഞ്ഞു കൊടുക്കണം. നമുക്ക് ഓപ്ഷൻസ് വായിച്ചു നോക്കാം. ടു ഗിവ് സിംഗിൾ കളർ ടു ഷേപ്സ്, ടു ഗിവ് ഗ്രേഡിയന്റ് കളർ ടു ഷേപ്സ്, ടു ദോസ് ഷേപ്സ്, ടു ചേഞ്ച് ദ പൊസിഷൻ ഓഫ് ഷേപ്സ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു സ്ക്വയർ പോലെ ഉണ്ട്, ഇവിടെ ഇങ്ങനെ ഒരു ഏരോയും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താ പറയാം, അത് വെച്ചിട്ട് അതിന് കളർ കൊടുക്കുന്നതാണോ? അല്ല. ഗ്രേഡിയൻ്റ് കൊടുക്കുന്നതല്ല. ഇവിടെ എന്താണ് മക്കളെ? ടു ഡ്രോ ഷേപ്സ്, നമുക്ക് ഷേപ്പ് ഡ്രോ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൂളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ ഇവിടെ ആൻസർ ഈസ് ഓപ്ഷൻ സി, ടു ഡ്രോ ഷേപ്സ്. സോ നെക്സ്റ്റ് ചോദ്യം പോവാം. ചൂസ് ഫ്രം ദ ഫോളോയിങ് ടെക്നിക്സ് ടു ഗിവ് ഷാഡോ ടു ദ ഷേപ്ഡ് ക്രിയേറ്റഡ് ഇൻ സ്ക്രീബസ് സോഫ്റ്റ്വെയർ. നമ്മളൊരു സ്ക്രീബസ് സോഫ്റ്റ്വെയറിൽ ഷേപ്സ് ക്രിയേറ്റ് ചെയ്താൽ നമ്മൾ കൊടുക്കുന്ന ഷാഡോ എങ്ങനെയാണ് ഇതിൽ ഫോളോയിങ് കൊടുക്കുക? ഇപ്പം ഷേപ്പ് ആണോ, ഡ്രോപ്പ് ഷാഡോ ആണോ, ബ്ലർ ആണോ, കളർ ആണോ? സിമ്പിൾ അല്ലേ? ഇവിടെ ഡ്രോപ്പ് ഷാഡോ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ചോദ്യം. The tool marked in the image below is used to see what the design prepared in Screbus. അതായത് ഇവിടെ ഈ ഇമേജിൽ ഈ ടൂള് എന്തിനാണ് യൂസ്ഡ് ടു സീ? എന്താണ് നമ്മൾ സ്ക്രീബസിൽ ഡിസൈൻ ചെയ്തത് കാണിക്കാൻ വേണ്ടിയാണ്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് ടൂൾ? ഈ ടൂളിൻ്റെ പേര് എന്താണ്? വാട്ട് ഈസ് ദ നെയിം? നമുക്ക് ഓപ്ഷൻ നോക്കാം. പ്രിവ്യൂ മോഡ്, സൂം, ഷോ, ഹൈഡ്. ഈ ഒരു ഐക്കണിൻ്റെ സിമ്പിളിൽ എന്താണ് മക്കളെ പേരുണ്ടാവുക? ഇറ്റ് ഈസ് പ്രിവ്യൂ മോഡ്. എന്താണ് മക്കളെ? പ്രിവ്യൂ മോഡ്. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ, പ്രിവ്യൂ മോഡ്. സെറ്റ് അല്ലേ? സോ നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. വിച്ച് ടെക്നിക് ഇൻ ദ ടെക്സ്റ്റ് പ്രോപ്പർട്ടീസ് വിൻഡോ ക്യാൻ ബി യൂസ്ഡ് ടു അഡ്ജസ്റ്റ് ദ സ്പേസിംഗ് ബിറ്റ്വീൻ ലൈൻസ് ഓഫ് ദ കണ്ടന്റ് ഇൻക്ലൂഡഡ് ഇൻ പേജസ് ഇൻ സ്ക്രീബസ് സോഫ്റ്റ്വെയർ? സ്ക്രീബസ് സോഫ്റ്റ്വെയറിൽ നമ്മുടെ എന്താണ് മക്കളെ, ഒരു പേജിൽ എന്താണ് ടെക്സ്റ്റ് പ്രോപ്പർട്ടീസിൽ നമുക്ക് പേജിൻ്റെ ആ ഒരു വിഡ്ത്ത് മാറ്റാൻ വേണ്ടിയിട്ട് ഇതിലേതായിരിക്കും, സ്പേസിങ് മാറ്റാൻ വേണ്ടിയിട്ട് ഇതിലേതായിരിക്കും മക്കളെ യൂസ് ചെയ്യുന്നുണ്ടാവുക? ഫിക്സഡ് ലൈൻ സ്പേസിംഗ് ആണോ, ഓട്ടോമാറ്റിക് ലൈൻ സ്പേസിംഗ് ആണോ, അലൈൻ ടു ബേസ് ലൈൻ ഗ്രിഡ് ആണോ, അലൈൻ ടെക്സ്റ്റ് ജസ്റ്റിഫൈഡ് ആണോ? അതായത് നമ്മുടെ സ്ക്രീബസ് സോഫ്റ്റ്വെയറിൽ ലൈൻസ് തമ്മിലുള്ള സ്പേസിംഗ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ് മക്കളെ? ഓട്ടോമാറ്റിക് ലൈൻ സ്പേസിംഗ് ആണ്. ഏതാണ്? ഓട്ടോമാറ്റിക് ലൈൻ സ്പേസിംഗ്. സോ നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. വിച്ച് ടെക്നിക് ഇൻ ദ ടെക്സ്റ്റ് പ്രോപ്പർട്ടീസ് വിൻഡോ ക്യാൻ ബി യൂസ്ഡ് ടു പ്രോപ്പർലി അഡ്ജസ്റ്റ് ദ സ്പേസിംഗ് ബിറ്റ്വീൻ വേർഡ്സ് ഇൻ കണ്ടന്റ്? അതായത് ഇവിടെ എന്താണ് പ്രോപ്പർലി അഡ്ജസ്റ്റ് ദ സ്പേസിംഗ് ബിറ്റ്വീൻ വേർഡ്സ് തമ്മിലുള്ള സ്പേസിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഏതാണ്? അലൈൻ ടെക്സ്റ്റ് ലെഫ്റ്റ് ആണോ, അലൈൻ ടെക്സ്റ്റ് സെൻറ്റർ ആണോ, അലൈൻ ടെക്സ്റ്റ് റൈറ്റ് ആണോ, അലൈൻ ടെക്സ്റ്റ് ജസ്റ്റിഫൈഡ് ആണോ? അതായത് ഇവിടെ ചോദിച്ച് നമ്മൾ ന്യൂസ് പേപ്പറൊക്കെ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും മക്കൾ ഉണ്ടാവുക? ഇപ്പം ഇതൊരു ന്യൂസ്, ഇതൊരു ന്യൂസ്, ഇതൊരു ന്യൂസ്, പിന്നെ ഇവിടെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഫോട്ടോ. അതായത് എന്തായിരിക്കും സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും എല്ലാം സെയിം സ്ഥലത്തു നിന്നായിരിക്കും അല്ലേ? ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ ചോദിക്കുന്നത്. അതെങ്ങനെയാണ് ചെയ്യുക? ഓക്കെ, അവിടെ അലൈൻ ടെക്സ്റ്റ് ലെഫ്റ്റ് ആണോ? ഇവിടെ ലെഫ്റ്റോട്ട് മാത്രമാണോ? അല്ല. സെൻറ്റർ ആണോ? അതായത് ഇതാ ഇങ്ങനെയാണോ ഉള്ളത് ടെക്സ്റ്റ്? അല്ല. സോ റൈറ്റ് ആണോ? അതായത് ഇതിപ്പം മാർജിൻ ആണെങ്കിൽ എല്ലാ ഇങ്ങനെ റൈറ്റ് മാത്രമാണോ? അല്ല. അപ്പോൾ എന്തായിരിക്കും മക്കളെ? അലൈൻ ടെക്സ്റ്റ് ജസ്റ്റിഫൈഡ്. അതായത് അലൈൻ ടെക്സ്റ്റ് ജസ്റ്റിഫൈഡ് ആയിരിക്കും ആൻസർ വരാം. സോ നെക്സ്റ്റ് ചോദ്യം. ഇൻ സ്ക്രിബസ് സോഫ്റ്റ്വെയർ വിച്ച് ടൂൾ ബാർ ഐക്കൺ ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് എ QR കോഡ്? അതായത് ഏത് ടൂൾ ബാർ ഐക്കണാണ് QR കോഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുക? അതായത് ബാർ കോഡ് ആണോ, പിന്നെ QR കോഡ് ആണോ, പിന്നെ ടെക്സ്റ്റ് ഫ്രെയിം ആണോ, പിന്നെ ഇമേജ് ഫ്രെയിം ആണോ? ഏതായിരിക്കും മക്കളെ ഇതിൽ ആൻസർ വരാം? ഏതായിരിക്കും? അതെ, യു ആർ കറക്റ്റ്. ഇറ്റ് ഈസ് ബാർ കോഡ്. ഒന്നും കൂടി പറയാണ്, നമ്മുടെ സ്ക്രീബസ് സോഫ്റ്റ്വെയറിൽ QR കോഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബാർ കോഡാണ് യൂസ് ചെയ്യുന്നത്. മറന്നു പോകരുത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. ഇൻ സ്ക്രിബസ് സോഫ്റ്റ്വെയർ ടു ഇൻസേർട്ട് എ QR കോഡ് ഓൺ എ പേജ് വിച്ച് ഓപ്ഷൻ ഷുഡ് ബി സെലക്റ്റഡ് അണ്ടർ ബാർ കോഡ് ഫാമിലി? അതായത് നമ്മൾ ഇൻസേർട്ട് ബാർ കോഡ് കൊടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഇൻസേർട്ട് QR കോഡ് അന്നേരം എന്തുണ്ടാവും? ആ ഓപ്ഷനിൽ നമ്മൾ ഏതാണ് സെലക്ട് ചെയ്യേണ്ടത്? ഓക്കെ, ഏതായിരിക്കും? 1 ഡയമെൻഷണൽ സിമ്പിൾ, 2 ഡയമെൻഷണൽ സിമ്പിൾ, പോസ്റ്റൽ സിമ്പിൾ, ഫോർമാറ്റിക്കൽ സിമ്പിൾ. ഇതിൽ ഏതായിരിക്കും QR കോഡ് ഉള്ളത്? ഏതായിരിക്കും മക്കളെ? ഇറ്റ് ഈസ് ഓപ്ഷൻ ബി, 2 ഡയമെൻഷണൽ സിമ്പിൾസ്. സെറ്റ് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. ദ ഫോളോയിങ് ആർ യൂണിക്കോഡ് മലയാളം ഫോൺസ് എക്സെപ്റ്റ് 1. അതായത് താഴത്ത് കൊടുത്തപ്പോൾ ഏതാണ്? യൂണിക്കോഡ് മലയാളം ഫോൺസ് ആണ് ഒന്നൊഴിച്ചിട്ട്. അപ്പം വിച്ച് ഓഫ് ദിസ് ഈസ് നോട്ട് എ മലയാളം ഫോൺ? ഇതിൽ ഏതാണ് മക്കൾ മലയാളം ഫോൺ അല്ലാത്തത്? ഇവിടെ തുമ്പുണ്ട്, മഞ്ചാരി ഉണ്ട്, RIT എഴുത്തുണ്ട്,
പിന്നെ ദേജാവു സാൻസ് ഉണ്ട്. ഇത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിൽ മലയാളം അല്ലാത്തത് ഓപ്ഷൻ ഡി ദേജാവു സാൻസ് ആണ്. സോ നെക്സ്റ്റ് ചോദ്യം, which tool in Scribus software is best suited for adding a background to a page? Scribus softwareലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടൂൾ എന്തിനാണ്? ഫോർ ആഡിങ് എ ബാക്ക്ഗ്രൗണ്ട് ടു എ പേജ്. ഒരു പേജിൽ ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾ ഏതാണ്? ടെക്സ്റ്റ് ഫ്രെയിം ഉണ്ട്, ഇമേജ് ഫ്രെയിം ഉണ്ട്, റെൻഡർ ഫ്രെയിം ഉണ്ട്, ഷേപ്പ് ഉണ്ട്. ഇതിൽ ഏതായിരിക്കും മക്കളെ ശരി ആൻസർ? അതെ, ഓപ്ഷൻ ഡി ഷേപ്പ് ആണ്. അതായത് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾ എന്താണ്? ഷേപ്പ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സോഫ്റ്റ്വെയർ പ്രോഗ്രാം ഈസ് യൂസ്ഡ് ഫോർ ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ്? പിന്നെ ഇവരൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമുണ്ട്. DTPയുടെ ഫുൾ ഫോം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് എഴുതണം? DTPയുടെ ഫുൾ ഫോം ആണ് ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ്. മറന്നു പോകരുത് കേട്ടോ, ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ്. ഓക്കെ, അത് വേറൊരു കാര്യം. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സോഫ്റ്റ്വെയർ പ്രോഗ്രാം ഈസ് യൂസ്ഡ് ഫോർ DTP? ഇതിൽ ഏതാണ്? അഡോബ് PDF റീഡർ, അഡോബ് ഇൻഡിസൈൻ, സ്ക്രീബസ്, മൈക്രോസോഫ്റ്റ് വിൻഡോസ്, ലിബ്രോഫീസ് റൈറ്റർ. ഇവിടെ എത്ര ഓപ്ഷൻസ് ഉണ്ട് മക്കളെ? 5 ഓപ്ഷൻസ് ഉണ്ട്. അപ്പം 5 ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് 2 ആൻസേഴ്സ് ഉണ്ടാവും. സോ ഇവിടെ അഡോബ് PDF റീഡർ എന്തായാലും വരില്ലല്ലോ, അത് PDF വായിക്കാം, അപ്പോൾ ഇതെന്തായാലും വരില്ല. ഓക്കെ, ഇൻഡിസൈൻ വരുമോ? അതെ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, പെയ്ഡ് ആണ് ഇൻഡിസൈൻ. ഓക്കെ, പിന്നെ സ്ക്രീബസ് വരുമോ? അതെ, അതൊരു ഓപ്പൺ സോഴ്സ് ആയിട്ട് നമ്മൾ പഠിച്ചതാണ് സ്ക്രീബസ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തായി മക്കളെ? 2 എണ്ണമായി. നമുക്ക് എന്നാലും ജസ്റ്റ് നോക്കാം. മൈക്രോസോഫ്റ്റ് വിൻഡോസ് വരില്ല, ലിബർ ഓഫീസ് റൈറ്ററും വരില്ല. അപ്പോൾ ഇവിടെ എന്താണ് മക്കളെ ആൻസർ? അഡോബ് ഇൻഡിസൈനും സ്ക്രീബസും. നമുക്ക് നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. റിവ്യൂ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ദ ഫ്രണ്ട് പേജ് ഓഫ് എ ന്യൂസ് പേപ്പർ. വിച്ച് ഓഫ് ദം ആർ ഇൻകറക്റ്റ്? ഓക്കെ ആണോ? നമ്മൾ റിവ്യൂ ചെയ്തിട്ട് ഇതിൽ ഇൻകറക്റ്റ് ഏതാണോ അതാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. എത്ര ആൻസേഴ്സ് ഉണ്ടാവും മക്കളെ? ഇവിടെ 5 ഓപ്ഷൻ ഉള്ളതുകൊണ്ട് 2 ആൻസേഴ്സ് ഉണ്ടാവും. നമുക്ക് വായിച്ചു നോക്കാം സ്റ്റേറ്റ്മെന്റ്. ദ ഫ്രണ്ട് പേജ് ഈസ് ഓഫൺ കോൾഡ് വിൻഡോ ഓഫ് ദ ന്യൂസ് പേപ്പർ. അത് ശരിയാണ്. നമ്മുടെ ന്യൂസ് പേപ്പറിന്റെ ഫ്രണ്ട് പേജിന് എന്ത് വിളിക്കും? വിൻഡോ ഓഫ് ദ ന്യൂസ് പേപ്പറിന് വിളിക്കും. ഇനി നമുക്ക് സെക്കൻഡ് നോക്കാം. ഫ്രണ്ട് പേജ് പ്രസൻസ് ന്യൂസ് ആൻഡ് ഇമേജ് ഇൻ ഡീറ്റെയിൽ. അത് ശരിയാണ് മക്കളെ. നമ്മൾ ന്യൂസ് പേപ്പറിൽ ഫ്രണ്ട് പേജ് തന്നെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുമോ? ഇല്ലല്ലോ. നമ്മൾ മെയിനായി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈറ്റിൽസ്, ഇമേജസ് അങ്ങനത്തെ മാത്രമേ കൊടുക്കുള്ളൂ. അപ്പോൾ ഇതെന്താണ്? ഇവിടെ തെറ്റാണ്. സോ എന്താണ്? ബി ശരിയാണ്. കാരണം ഇവിടെ ഇൻകറക്റ്റ് ആയതുകൊണ്ട് എന്താ, ഇത് ന്യൂസ് പേപ്പറിൻ്റെ ഫ്രണ്ട് പേജിനെ പറ്റിയുള്ള ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ഇവിടെ ആൻസർ ഒന്ന് ബി ആണ്. പിന്നെ അടുത്തത് വായിച്ചു നോക്കാം. The front page gives a hint about the news on the inner pages. അത് ശരിയല്ലേ? ഫ്രണ്ട് പേജ് ആയിരിക്കില്ല ഇന്നർ പേജസിനെ പറ്റിയില്ല ഒരു ഹിന്റ് തരാം നമുക്ക്. അതെ, അപ്പോൾ അത് ശരിയാണ്. പിന്നെ the design style of the front page must be eye catching and impactful. അതും ശരിയല്ലേ? നമ്മളിപ്പം ഒരു പേപ്പറിന്റെ ഫ്രണ്ട് പേജ് കണ്ടിട്ടായിരിക്കും അത് ബാക്കി എന്ത് വായിക്കണം തീരുമാനിക്കുക. സോ ഇവിടെ എന്താണ്? അതും ശരിയാണ്. ഇനി അടുത്തത് ഏതാണ് മക്കളെ? ദ ഇന്നർ പേജസ് ആർ മോർ അട്രാക്റ്റീവ് ദാൻ ദ ഫ്രണ്ട് പേജസ്. ആ തെറ്റല്ലേ? ഇന്നർ പേജ് എന്താണ് ഫ്രണ്ട് പേജിനും കാട്ടി മോർ അട്രാക്റ്റീവ് ആവില്ലല്ലോ. ഇല്ല, എപ്പോഴും എന്തായിരിക്കും? ഫ്രണ്ട് പേജ് ആയിരിക്കും ഇന്നർ പേജിനും കാട്ടി മോർ അട്രാക്റ്റീവ് ആവുക. സോ ഇവിടെ ആൻസർ ഓപ്ഷൻ ഇ. സോ ഇവിടെ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണ്? ഓപ്ഷൻ ബിയും പിന്നെ ഓപ്ഷൻ ഇയും. സോ സെറ്റല്ലേ മക്കളെ? സോ നമുക്ക് നെക്സ്റ്റിലേക്ക് പോയാലോ? ഓക്കെ, which of the following procedures can be used to modify the appearance of an object created on page in Scribus? അതായത് നമ്മൾ ഇതിൽ ഏത് പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് ചെയ്യുക? ഒബ്ജക്റ്റിന്റെ അപ്പിയറൻസിന് മോഡിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുക. ഓക്കെ, അത് നമുക്ക് ചെക്ക് ചെയ്യാം. സ്റ്റേറ്റ്മെന്റ് വായിച്ച് നോക്കാം. എ എന്താണ്? സിംഗിൾ ക്ലിക്ക് ദ ഒബ്ജക്റ്റ് ടു ഓപ്പൺ ദ നോഡ് എഡിറ്റിംഗ് വിൻഡോ. നമ്മളൊരു ഒബ്ജക്റ്റ് സിംഗിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒബ്ജക്റ്റിന്റെ ഈ ഒരു നോഡ് എഡിറ്റിംഗ് വിൻഡോ ഓപ്പൺ ആവോ? ഒരിക്കലും ഇല്ല. നമ്മൾ ഓപ്പൺ ആവണമെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യണം. സോ സെക്കൻഡ് ഇത് തെറ്റാണ്. ഡബിൾ ക്ലിക്ക് ദ ഒബ്ജക്റ്റ് ടു ഓപ്പൺ ദ നോഡ് എഡിറ്റിംഗ് വിൻഡോ. ഇത് ശരിയാണ്. കാരണം നമ്മൾ നോഡ് എഡിറ്റിംഗ് വിൻഡോ ഓപ്പൺ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ഡബിൾ ക്ലിക്ക് ചെയ്യണം ആ ഒബ്ജക്റ്റ്. ഓക്കെ, പിന്നെ അടുത്ത് നോക്കാം. റൈറ്റ് ക്ലിക്ക് ദ ഒബ്ജക്റ്റ് ടു ഓപ്പൺ ദ നോഡ് എഡിറ്റിംഗ് വിൻഡോ. അല്ല, നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് എന്താവുക? ആ നോഡ് എഡിറ്റിംഗ് വിൻഡോ ഓപ്പൺ ആവുക. അപ്പോൾ ഇതും തെറ്റാണ്. പിന്നെ അടുത്ത് നോക്കാം. മേക്ക് നെസസറി ചേഞ്ചസ് ടു ദ വിസിബിൾ നോട്ട്സ്. ഓക്കെ, അതായത് നമുക്ക് വിസിബിൾ അപ്പം അത് ഓപ്പൺ ആക്കിയാൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ എന്താവും? നമുക്ക് നോഡിൻ്റെ എഡിറ്റിംഗ് ആ ഒരു വിൻഡോ വരും. അപ്പോൾ അതിൽ നമുക്ക് എന്തൊക്കെ വ്യത്യാസങ്ങൾ വരുത്താണ്ടോ അതൊക്കെ നമുക്ക് വ്യത്യാസം വരുത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് ശരിയാണ്. മേക്ക് നെസസറി ചേഞ്ചസ് ടു ദ വിസിബിൾ നോട്ട്സ്. പിന്നെ അടുത്തത് ഡിലീറ്റ് ദ വിസിബിൾ നോട്ട്സ്. വിസിബിൾ നോട്ട്സ് പോയാൽ പിന്നെ ഒബ്ജക്റ്റ് അവിടെ ഉണ്ടാവും മക്കളെ നല്ല രീതിയിൽ? ഇല്ല. അപ്പോൾ ഇതും തെറ്റാണ്.
സോ ഇവിടെ ആൻസർ എന്താണ് മക്കളെ? ഡബിൾ ക്ലിക്ക് ദ ഒബ്ജക്റ്റ് ഓപ്പൺ ദ വിൻഡോ എഡിറ്റിംഗ് നോഡ് എഡിറ്റിംഗ് വിൻഡോ, പിന്നെ മേക്ക് നെസസറി ചേഞ്ചസ് ടു വിസിബിൾ നോട്ട്സ്. ഇവിടെ നമ്മൾ എന്ത് പഠിച്ചു? ഒബ്ജക്റ്റ് നോഡ് എഡിറ്റിംഗ് വിൻഡോ ഓപ്പൺ ആവണമെങ്കിൽ ഒബ്ജക്റ്റിനെ ഡബിൾ ക്ലിക്ക് ചെയ്യണം. ഓക്കെ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? ഇനി നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. Where is the text frame tool available in Scribus software to insert text? Scribus softwareൽ ടെക്സ്റ്റ് എഡിറ്റിംഗ് ടൂൾ എവിടെയാണ് അവൈലബിൾ ആവുക? ടെക്സ്റ്റ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെയായിരിക്കും മക്കളെ? ഇവിടെ ഇൻ ദ പ്രോപ്പർട്ടീസ് വിൻഡോ ഉണ്ട്, ഇൻ ദ ടൂൾ ബാർ ഉണ്ട്, ഇൻ ദ ഐറ്റം മെനു ഉണ്ട്, ഇൻസേർട്ട് മെനു ഉണ്ട്, പേജ് മെനു ഉണ്ട്. ഇതിൽ എവിടെയായിരിക്കും ഇത് ഇൻസേർട്ട് ടെക്സ്റ്റ് ചെയ്യാനുള്ള ടെക്സ്റ്റ് ഫ്രെയിം ഉണ്ടാവുക? അതായത് ഇവിടെ നമുക്ക് ഇൻ ദ ടൂൾ ബാറിലും ഉണ്ടാവും, അതേപോലെ തന്നെ ഇൻസേർട്ട് മെനുവിലും ഉണ്ടാവും. രണ്ട് സ്ഥലത്താണ് ഉണ്ടാവുക. ഇൻസേർട്ട് മെനുവിലും ഉണ്ടാവും, ടൂൾ ബാറിലും ഉണ്ടാവും. സെറ്റല്ലേ മക്കളെ? നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. ചൂസ് ദ ഫോളോയിങ് ഫോൺസ് സ്യൂട്ടബിൾ ഫോർ മലയാളം കണ്ടന്റ് ഇൻക്ലൂഡഡ് ഓൺ എ പേജ് ഇൻ സ്ക്രിബസ് സോഫ്റ്റ്വെയർ. ഇതിൽ മലയാളം ഫോണ്ട് നമ്മൾ സെലക്ട് ചെയ്യണം. ഇതിൽ ഏതാ മക്കളെ മലയാളം ഫോണ്ട്? ഡേജാവു സൺസ്. അതെന്താണ് മക്കളെ? മലയാളമായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല, ഇത് മലയാളമല്ല. പിന്നെ ദേജാവു സാൻസ് മോനോ, അത് തോന്നുന്നുണ്ടോ? ഇല്ല. ഓക്കെ, ഇനി നമുക്ക് സി മഞ്ചാരി. മഞ്ചാരി. അത് മലയാളമാണോ? ഓക്കെ, അത് മലയാളം. പിന്നെ സെഞ്ചുറി സ്കൂൾ ബുക്ക്, നമ്മൾ മലയാളത്തിൽ സ്കൂൾ ബുക്ക് അങ്ങനെയൊക്കെ പറയുമോ? ഇല്ല. ഓക്കെ, അപ്പം അത് വേറെ ലാംഗ്വേജ് ആണ്. പിന്നെ RIT എഴുത്ത്, അത് മലയാളമാണല്ലേ? യെസ്. സോ ഓപ്ഷൻ സിയും ഇയും ആണ് എന്ത് മക്കളെ? ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്, മലയാളം ഫോൺസ് വരുന്നത്. സെറ്റ് അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് ചോദ്യം നോക്കാം. ഓക്കെ, when text and images are mixed on a page in Scribus software, which of the following is a way to arrange the text? അതായത് ടെക്സ്റ്റും ഇമേജും മിക്സ് ആയിട്ടാണ് സ്ക്രിബസ് സോഫ്റ്റ്വെയറിൽ ഉള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ which of the following is way to arrange the text? ടെക്സ്റ്റ് അറേഞ്ച് ചെയ്യാനുള്ള എങ്ങനെയാണ് ചെയ്യുക? ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ടെക്സ്റ്റ് ഫ്ലോ അറൗണ്ട് ഇമേജ്, ടെക്സ്റ്റ് ഫ്ലോ അറൗണ്ട് ബൗണ്ടിങ് ബോക്സ്, ടെക്സ്റ്റ് ഫ്ലോ അറൗണ്ട് ബോക്സ്, ടെക്സ്റ്റ് ഫ്ലോ അറൗണ്ട് കോണ്ടർ ലൈൻ, ടെക്സ്റ്റ് ഫ്ലോ അറൗണ്ട് ലൈൻ. സോ ഇവിടെ ഏതാണ് മക്കളെ ആൻസർ? ഇവിടെ ടെക്സ്റ്റ് ഫ്ലോ അറൗണ്ട് ബൗണ്ടിങ് ബോക്സും അതേപോലെ തന്നെ ടെക്സ്റ്റ് ഫ്ലോ അറൗണ്ട് ദ കോണ്ടൂർ ലൈനുമാണ് ആൻസർ വരാം. അതായത് ഇവിടെ നമ്മൾ നോക്കുന്നത് നമുക്ക് ഒരു ഇമേജും ഉണ്ട്, അതേപോലെ തന്നെ ഒരു ടെക്സ്റ്റും ഉണ്ട്, അത് മിക്സ് ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മളിവിടെ ചോദ്യം എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ വേ ടു അറേഞ്ച് ദ ടെക്സ്റ്റ്? ടെക്സ്റ്റാണ് നമുക്ക് ഇവിടെ അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ടെക്സ്റ്റ് അറേഞ്ച് ചെയ്യണമെങ്കിൽ രണ്ട് ടൈപ്പിൽ ചെയ്യാൻ പറ്റുമല്ലോ. ഒന്നെന്താണ്? അറൗണ്ട് ദ ബൗണ്ടിങ് ബോക്സും ടെക്സ്റ്റ് ഫ്ലോ ബൗണ്ടിങ് ബോക്സിന് അറൗണ്ടും ചെയ്യാം. പിന്നെ എന്താണ്? ടെക്സ്റ്റ് ഫ്ലോ അറൗണ്ട് ദ കോണ്ടൂർ ലൈനും അതേപോലെ ബൗണ്ടിങ് ബോക്സും. സോ സെറ്റ് അല്ലേ മക്കളെ? ഓക്കെ, സോ നമുക്ക് ഏകദേശം ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. സോ ഇതേപോലെ ഓരോ ചാപ്റ്റേഴ്സിനും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങളിലേക്ക് എത്തും. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഈ ഒരു ക്ലാസ് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്യല്ലോ അല്ലേ മക്കളെ? ഓക്കെ, സോ താങ്ക് യു.